ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. ഇന്ന് +1 ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നു. നിങ്ങളെല്ലാവരും ഇതിനോടകം റിസൾട്ട് നോക്കിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഒരുപാട് കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് ഏതൊക്കെയോ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് അവർ ആഗ്രഹിച്ച സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ ഒന്നുമല്ല. ചില കുട്ടികൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അതായത് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അലോട്ട്മെന്റ് കിട്ടിയവരും അലോട്ട്മെന്റ് കിട്ടാത്തവരും ഇവർ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടും അഡ്മിഷനുമായി ബന്ധപ്പെട്ടും +1 ക്ലാസ്സുകളുമായി ബട്ടും വന്നുകൊണ്ടേയിരിക്കും. സോ കാര്യത്തിൽ കിടക്കാം. ഏറ്റവും ആദ്യം അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കുട്ടികൾ, അതായത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കുട്ടികളെ നമുക്ക് രണ്ട് വിഭാഗമായി തിരിക്കാം. ആദ്യത്തെ വിഭാഗം ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സിന് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ. നിങ്ങളിനി പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സ്കൂളും കോഴ്സും കിട്ടിക്കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്കൂളിൽ പോകുക, പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക, ആ സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ട് മാറുക. അതിലപ്പുറത്തേക്കൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ സേഫാണ്. രണ്ടാമത്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അത് ആഗ്രഹിച്ച സ്കൂൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സ് ഇതൊന്നുമല്ല, എന്നാൽ അലോട്ട്മെന്റ് കിട്ടി. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം നിങ്ങൾ ഇപ്പം പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്കിനി നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ പ്രകാരം ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളൊരു 10 സ്കൂൾ കൊടുത്തിട്ട് നിങ്ങൾ 4ാമത്തെ അല്ല 5ാമത്തെ സ്കൂളേയും കിട്ടിയിട്ടുണ്ടാവുക. 1, 2, 3, 4 സ്കൂളുകളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ, താൽക്കാലിക അഡ്മിഷൻ എടുക്കുക. പെർമനന്റ് അഡ്മിഷൻ എടുക്കരുത്, ടെമ്പററി അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ ഒരു പക്ഷേ ഹയർ ഓപ്ഷൻ കൊടുത്ത് ഏതെങ്കിലും സ്കൂളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് വരാനുണ്ട്. ആ തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്നുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇപ്പം നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു, അടുത്ത 2 അലോട്ട്മെന്റ് നിങ്ങൾ ഉദ്ദേശിച്ച പോലൊരു സ്കൂൾ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിങ്ങളുടെ അഡ്മിഷൻ പെർമനന്റ് ആക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. സെക്കൻഡ് അലോട്ട്മെന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. പിന്നീട് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റിൽ സ്കൂളിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ടെമ്പററി എടുത്ത കിട്ടിയ സ്കൂളിൽ പെർമനന്റ് ആണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, ടെമ്പററി അഡ്മിഷൻ എടുക്കുമ്പോൾ വരുന്ന സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ വേറെ ഏതെങ്കിലും സ്കൂൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എടുക്കേണ്ടി വരും. ഇപ്പോൾ ടെമ്പററി എടുത്ത സ്കൂളിൽ പെർമനന്റ് ആവാൻ കഴിയില്ല. എന്നാൽ സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൽ വേറെ സ്കൂൾ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ടെമ്പററി എടുത്ത അതേ സ്കൂളിൽ നിങ്ങൾക്ക് പെർമനന്റ് ആവാനും സാധിക്കും. പിന്നെ ഹയർ ഓപ്ഷൻ കൊടുത്ത സ്കൂളുകളിൽ ഏതെങ്കിലും സ്കൂള് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഒരു 4 ഹയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ഒന്നാമതും രണ്ടാമതും കൊടുത്ത സ്കൂൾ മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ, 3, 4 ഓപ്ഷൻ കൊടുത്ത സ്കൂൾ എനിക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കി കളയാനുള്ള ഓപ്ഷൻ കൂടി ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ സ്കൂളിൽ എടുക്കുന്ന സമയത്തുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത 10 സ്കൂളിൽ 5ാമത്തെ സ്കൂളാണ് കിട്ടിയത്, ഇനി 4 സ്കൂൾ അതിൻ്റെ മുകളിൽ കിട്ടാനുണ്ട്. നിങ്ങളത് അഡ്മിഷൻ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നാൽ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് 3ാമതും 4ാമതും ഓപ്ഷൻ കൊടുത്ത സ്കൂൾ ഇനി അടുത്ത അലോട്ട്മെന്റിൽ കിട്ടിയാൽ ഞാൻ പോവില്ല, എനിക്ക് വേണ്ട എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ ആ 2 സ്കൂളുകൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. അങ്ങനെയാകുമ്പോൾ പിന്നെ നിങ്ങൾ ബാക്കി വെച്ച സ്കൂളിലേക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കൂ. ഇനി 3ാമത്തെ വിഭാഗം വളരെ സങ്കടത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗമായിരിക്കും. ഒരു സ്കൂളിലും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ. അതിൽ ചിലപ്പോൾ ഫുൾ A+ കിട്ടിയ കുട്ടികളുണ്ടാവും, 9A+, 8A+ ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും. കൂട്ടുകാർക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടല്ലോ എന്ന് ദുഃഖിച്ചിരിക്കുന്ന കുട്ടികളായിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അലോട്ട്മെന്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് ഘട്ടങ്ങളുണ്ട്. മെയിൻ അലോട്ട്മെന്റിൽ തന്നെ 3 ഘട്ടമുണ്ട്. അത് കഴിഞ്ഞ് സപ്ലിമെന്ററി അലോട്ട്മെന്റും ട്രാൻസ്ഫർ അലോട്ട്മെന്റും ഒക്കെ വരാനുണ്ട്. സോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപാട് സീറ്റുകളിൽ ഇനി ഒഴിവ് വരും. ഇനി അഡ്മിഷൻ ആയ കുട്ടികൾ തന്നെ പല സ്കൂളിലേക്ക് മാറി മാറി പോകും. കാരണം നമുക്കറിയാം, പലരും ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയാൽ വേറെ സ്കൂളിൽ മാറും. പിന്നെ ഒരുപാട് സീറ്റുകൾ ഇപ്പോഴും അലോട്ട്മെന്റ് ആവാതെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോഴോ തേർഡ് അലോട്ട്മെന്റ് വരുമ്പോഴോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ സപ്ലിമെന്ററി ഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കോളും. ഫസ്റ്റ് ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. എല്ലാ വർഷവും അലോട്ട്മെന്റ് നടക്കുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യ അലോട്ട്മെന്റ് വരുമ്പോൾ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് പിന്നീട് വരുന്ന സെക്കൻഡിലോ തേർഡിലോ സപ്ലിമെന്ററി ഘട്ടത്തിലൊക്കെ ഇങ്ങനെ അലോട്ട്മെന്റ് കിട്ടി എല്ലാവരും സ്കൂളിൽ എത്തുകയാണ് ചെയ്യുക. സോ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. നിങ്ങളൊന്നും ചെയ്യേണ്ട, സെക്കൻഡ് അലോട്ട്മെന്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ.